ഹായ്, നമസ്കാരം. ഇന്ന് നമ്മോട് കൂടെ ഉള്ളത് നമ്മുടെ പ്രിയപ്പെട്ട സ്റ്റുഡന്റ് ഫിദയാണ്. ഫിദയുടെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ ഈ ഒരു സെഷൻ വെച്ചിട്ടുള്ളത്. ഫിദ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫിദ, വെൽക്കം. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഇപ്പൊ എവിടെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്? താങ്ക് യു സർ. ഞാനിപ്പോ അഗ്രികൾച്ചറിലെ ഡിജി സ്കിൽസിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡിജി സ്കിൽസ് അല്ലേ? ഓക്കെ. അവരവിടെ എന്തൊക്കെ സർവീസുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതുപോലെ ഒരു ഡിസൈനർ എന്നുള്ള രീതിയിൽ നീ അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്? ഡിജി സ്കിൽസ് എന്നുള്ളത് ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. ഓക്കെ. അവരതിന്റെ കൂടെ ഗ്രാഫിക്സും കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ എന്റെ റോൾ അവിടെ എന്താന്ന് വെച്ചാല് എനിക്ക് അവിടെ ബ്രൗഷർ കാര്യങ്ങൾ, അതേപോലെ തന്നെ ID കാർഡ്, പിന്നെ പോസ്റ്റർ കാര്യങ്ങൾ അങ്ങനെ ഡിസൈൻ ചെയ്യാനാണ്. ഇംപാസ്റ്റോയിൽ പഠിച്ചു എന്നതുകൊണ്ട് ഫിദക്ക് ഒരു ഗുണങ്ങളായിട്ട് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ബാസ്റ്റോയിൽ പഠിച്ചുകൊണ്ടുള്ള ഗുണമായിട്ട് എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാല് ഇവിടെ വർക്ക് ഓറിയന്റ് ആയിട്ടാണ് ക്ലാസ്സസ് തരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ക്ലയന്റിനെ വർക്ക് ചെയ്യാന്നുള്ള രീതിയിൽ ബുദ്ധിമുട്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരുന്നില്ല. നമുക്ക് ഈസി ആയിട്ട് ഒരു ചെയ്തു കൊടുക്കാൻ കഴിയുന്നു. ഫിദ അഡ്മിഷൻ എടുക്കാൻ വരുന്നതിന് മുമ്പ് സ്വാഭാവികമായിട്ടും പല സ്ഥാപനങ്ങളിലും എൻക്വയറി ചെയ്തിട്ടുണ്ടാവും. എന്തുകൊണ്ട് ഇംപാസ്റ്റോ സെലക്ട് ചെയ്തു എന്നുള്ളതിന് കൂടുതൽ ആൻസർ തരാൻ കഴിയുമോ? ഞാൻ +2 കഴിഞ്ഞ് 1 ഇയർ ഗ്യാപ്പ് എടുത്തതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ ഒരു കോഴ്സ് ചെയ്യാന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. അപ്പൊ എന്തെടുക്കണം, ഏതെടുക്കണം അങ്ങനെ ഒരു ഐഡിയ ഇല്ല. അപ്പൊ ഞാൻ മുന്നേ അക്കൗണ്ടിങ്ങിന് നോക്കിയിരുന്നു, അതേപോലെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് നോക്കിയിരുന്നു. അങ്ങനെ കുറെ കോഴ്സസ് ഞാൻ നോക്കിയിട്ടുണ്ട്. പിന്നെ എനിക്ക് ഈ പടം വരക്കണയിലൊക്കെ കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ എൻ്റെ അമ്മനാണെങ്കിൽ സജസ്റ്റ് ചെയ്തത് ഇങ്ങനെ ഒരു കോഴ്സ് ഈ ചെയ്തോ, ഗ്രാഫിക് ഡിസൈനിങ് ഈ ചെയ്തോ എന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ ശേഷം ഞാൻ ഗ്രാഫിക് ഡിസൈനിങ് ആയിട്ടുള്ള ബന്ധപ്പെട്ട കുറച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ തപ്പി. അങ്ങനെ അവസാനം എൻ്റെ ഒരു കസിന് എന്നോട് പറഞ്ഞ് ഇങ്ങനെ ഇംപാസ്റ്റോ എന്നുള്ള തിരൂര് ഒരു സ്ഥാപനം ഉണ്ട്, അപ്പൊ ഈ അങ്ങോട്ടൊന്ന് അന്വേഷിച്ച് നോക്കുന്നു. അപ്പൊ എനിക്ക് അവിടേക്ക് കുറച്ച് ലോങ് ആണ് സ്ഥലം. അപ്പൊ പിന്നെ ആ ഇൻസ്റ്റിറ്റ്യൂട്ട് വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ചപ്പോഴാണ് ചമ്മേട് ഉണ്ട് എന്നുള്ളത് പറഞ്ഞത്. അങ്ങനെയുള്ള അഡ്മിഷൻ. അതുപോലെ ഫിദ, പല ആളുകൾക്കും ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണ് നമ്മളൊരു വർക്ക് ചെയ്യുന്ന സമയത്ത് ഐഡിയാസ് ഡെവലപ്പ് ആവുന്നില്ല എന്നുള്ളൊരു പ്രശ്നം. ഓക്കെ. അപ്പൊ ഫിദ ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് സ്വീകരിക്കാറുള്ളത്? ഒരു തീം കിട്ടി കഴിഞ്ഞാൽ പിന്നെ ഡിസ്കഷൻസ് കാര്യങ്ങൾ ചെയ്യും. പിന്നെ അതിന്റെ റെഫറൻസ് കാര്യങ്ങൾ നോക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് മാനുവലി അതിന്റെ ലേഔട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ഡിജിറ്റലി ഇത് പല ആളുകൾക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. ഇപ്പൊ ഈ റെഫറൻസ് ഇമേജുകൾ നമ്മൾ നോക്കുന്ന സമയത്ത് അല്ലെങ്കിൽ റെഫറൻസ് ഡിസൈൻസുകൾ നോക്കുന്ന സമയത്ത് നമ്മുടെ മൈൻഡ് അവിടെ സ്റ്റക്ക് ആവാനുള്ള ഒരു സാധ്യത ഉണ്ടാവാറുണ്ട്. കാരണം പിന്നീട് നമുക്ക് എന്ത് നമ്മൾ ആലോചിക്കാന്നുണ്ടെങ്കിലും നമ്മൾ റെഫറൻസ് നോക്കിയ കളർ ടോണുകളോ അതല്ലെങ്കിൽ ആ ഒരു ലേ ഔട്ടുകളോ നമ്മുടെ മൈൻഡിലോട്ട് കയറി വരാനുള്ള സാധ്യത ഉണ്ടാവും. അപ്പം ഈ ഒരു സംഭവത്തിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഫിദ എന്താണ് ചെയ്യാറുള്ളത്? ഫിദക്ക് അങ്ങനത്തെ ഒരു ഇഷ്യൂസ് വരാറുണ്ടോ? പല സന്ദർഭങ്ങളിലും അങ്ങനെ വരാറുണ്ട്. അപ്പൊ ആ ടൈമില് മാനുവലി ലേഔട്ട് ക്രിയേറ്റ് ചെയ്യാറാണ് ചെയ്യാറ്. ബിഗിനേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് പലപ്പോഴും ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണ് നമ്മൾ ഈ റെഫറൻസ് ഡിസൈൻസുകളൊക്കെ നോക്കുന്ന സമയത്ത് പലപ്പോഴും അതിന്റെ ഒരു സെയിം ഒരു കോപ്പി പേസ്റ്റ് ഐഡിയാസ് കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അപ്പൊ ആ ഒരു ടെർമിനാണ് നമ്മൾ തിങ്ക് ഔട്ട് ഓഫ് ബോക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ തിങ്ക് ഔട്ട് ഓഫ് ബോക്സ് എന്ന് പറയുന്നത് നമ്മൾ എന്താണോ റെഫറൻസ് കാര്യങ്ങൾ കാണുന്നത് അതിന്റെ അപ്പുറത്തോട്ട് ചിന്തിച്ചിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പം ഒരു സിമ്പിൾ സൊല്യൂഷൻ എന്ന് പറയുന്നത് നിങ്ങൾ മാനുവലി നിങ്ങളുടെ സ്കെച്ചിങ് നിങ്ങൾ നിർബന്ധമായിട്ട് ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോ ഫിദ പറഞ്ഞതുപോലെ തന്നെ മാനുവലി നമുക്ക് ലേ ഔട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്നത് ഒരുപാട് നമുക്ക് സ്റ്റാർട്ടിങ് ട്രബിൾസുകൾ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും. അതുപോലെ തന്നെ പുതിയ ഐഡിയാസുകൾ ഒന്നും കൂടെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ഐഡിയ ആണ് മാനുവലി നിങ്ങൾ സ്കെച്ച് ചെയ്യുക. അത് ജസ്റ്റ് ഒരു സ്ക്രിബിൾ ആവാം, ഒരു നമ്മൾ പറഞ്ഞ ഒരു കുത്തിവര ഡ്രോയിങ് മതി. ഭയങ്കരമായുള്ള ഒരു ആർട്ടിസ്റ്റിക് ഡ്രോയിങ്സ് ഒന്നും അതിന് നിർബന്ധമുള്ള സംഗതികളല്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, മാനുവലി നിങ്ങൾ സ്ക്രിബിൾ ചെയ്യുക. നിങ്ങൾക്ക് വരുന്ന എന്ത് വർക്ക്സ് ആണെന്നുണ്ടെങ്കിലും നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ അതിനെ മാനുവലി സ്ക്രിബിൾ ചെയ്തിട്ട് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. പിന്നെ അതുപോലെ വർക്കുകൾക്കിടയിൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഫിദക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നോ? കസ്റ്റമേഴ്സിനായിട്ടുള്ളതോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വർക്കിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഫിദക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നോ? എനിക്ക് മെയിൻ ആയിട്ടും ബ്രൗഷേഴ്സ് ആണ് ഡിസൈൻ ചെയ്യാറുണ്ടാവുന്നത്. അപ്പൊ അതിന്റെ കണ്ടന്റ്സ് ആഡ് ചെയ്യുന്ന ടൈമിൽ പലപ്പോഴും അതിന്റെ ഒറിജിനൽ ഫയൽ മിസ്സായി പോകാറുണ്ട്. അപ്പൊ ഞാൻ അതിൽ എന്തെങ്കിലും ശ്രദ്ധിക്കാനുണ്ടോ? ഫിദ ചോദിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ്. ആക്ച്വലി ഇതിനകത്ത് കമ്പനിയും ശ്രദ്ധിക്കണം, അതുപോലെ തന്നെ അവിടെയുള്ള ഡിസൈനർ അല്ലെങ്കിൽ ഒരു സ്ഥാപനം എവിടെ നിന്നാണോ വർക്ക് ചെയ്യുന്നത് അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഇല്ലസ്ട്രേറ്ററിനകത്തൊക്കെ ഡിസൈൻസ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും PDF ആയിട്ട് സേവ് ചെയ്യുന്നുണ്ടാവും, ചിലപ്പോൾ ഒറിജിനൽ ഫയൽ സേവ് ചെയ്യാൻ ശ്രദ്ധിക്കാതെ പോകുന്നുണ്ടാവും. എഗെയിൻ നമുക്ക് ഈ ഒരു PDF ഫയൽ വെച്ചിട്ട് നമുക്ക് ഒറിജിനൽ എഡിറ്റ് ചെയ്യുന്ന പോലുള്ള ഒരു എഡിറ്റിംഗ് നമുക്ക് ഇതിനകത്ത് പോസിബിൾ ആയിട്ട് വരാറില്ല. അപ്പൊ ഒരു
സ്ഥാപനം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ എഡിറ്റിംഗ് ഫയലുകൾ നിർബന്ധമായിട്ടും അവർ സൂക്ഷിച്ചു വെക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരു ഡിസൈനർ ശ്രദ്ധിക്കേണ്ടത് അവർക്ക് വേണ്ടിയിട്ടുള്ള ഫയലുകൾ അത് ഒരു പ്രത്യേക ഫോൾഡറിനകത്ത് നമ്മൾ അതിന്റെ എഡിറ്റബിൾ ഫോർമാറ്റിൽ തന്നെ സേവ് ചെയ്ത് വെക്കുക എന്നുള്ളത് ശ്രദ്ധിക്കുക എന്നുള്ളത്. കാരണം ഇപ്പൊ നമ്മൾ ഒരു ഡിസൈനർ ഒരു സ്ഥാപനത്തിൽ നിന്ന് മാറിയിട്ട് പുതിയൊരു ഡിസൈനർ വരുന്ന സമയത്ത് ഈ ഫയലുകളൊക്കെ കറക്റ്റ് ഹാൻഡിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓൺ അതിന്റെ ഫയലിന്റെ നെയിം പെർഫെക്റ്റ് ആയിരിക്കണം. തോന്നുന്ന നെയിംസ് കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ഒരാൾക്ക് ഈ ഫയലിനെ കണ്ടെത്താനൊക്കെ ഭയങ്കര പ്രയാസങ്ങളായിരിക്കും. അപ്പം ഇനിയിപ്പോ ഫിദ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, ഫിദ അതിന്റെ നിർബന്ധമായിട്ടും അതിന്റെ എഡിറ്റബിൾ ഫയലുകൾ അത് സേവ് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താം. അതുപോലെ തന്നെ PDF ഫയലുകളോ അതല്ലെങ്കിൽ പ്രിന്റിംഗ് ഫോർമാറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഫയലുകളൊക്കെ അതിന്റെ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിലീറ്റ് ചെയ്യാം. ആ സെയിം ഫയൽ പിന്നെ സിസ്റ്റത്തിനകത്ത് വെക്കണമെന്നില്ല. അപ്പോൾ അതിന്റെ ഒറിജിനൽ ഫയലുകൾ എല്ലായ്പ്പോഴും നമ്മൾ കീപ്പ് ചെയ്യണം. അത് ഫിദ മാത്രമല്ല, എന്റെ വോയിസ് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ഡിസൈനേഴ്സും അതുപോലെ തന്നെ സ്ഥാപനങ്ങളും ശ്രദ്ധിക്കാം. നിങ്ങൾക്ക് ആവശ്യമായുള്ള ഫയലുകൾ നിങ്ങളുടെ കയ്യിലുണ്ട് എന്ന് ഉറപ്പുവരുത്തും. ഫിദ ഇവിടെ വന്നതിന് വളരെയധികം സന്തോഷമുണ്ട്. നിങ്ങൾക്കും അതുപോലെ തന്നെ ഡിജി സ്കില്ലിനും എല്ലാവിധ ഉയർച്ചകളും നിങ്ങളിലൂടെ ഉണ്ടാവട്ടെ. എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. ഓക്കെ, താങ്ക് യു.